എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 149-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അഭീയജ്ഞം ഗൃണീഹിനോ ഗ്നാവോ നേഷ്ടപിബ ഋതൂന ത്വം ഹിരത്നധാ അസി. ഇതാണ് മന്ത്രം. അന്വയം: ഹേ ഗ്നാവ നേഷ്ട നയജ്ഞം അഭി ഗൃണീഹി ഹിത്വം രത്നധാ അസി തസ്മാൽ ഋതൂന സഹ സോമം പിബ. ഹേ ഗ്നാവ, പത്നിയുക്തനായിട്ടുള്ള, നേഷ്ട, ത്വഷ്ടാവ് എന്ന അഗ്നിസ്വരൂപൻ, നയജ്ഞം, ഞങ്ങളുടെ യജ്ഞം, അഭിഗൃണീഹി, ദേവന്മാരുടെ മുമ്പിൽ പ്രശംസിച്ചാലും, ഹി, അതിനാൽ, ത്വം രത്നധാ അസി, അങ്ങ് രത്നം ദാനം ചെയ്യുന്നവനാണല്ലോ. ഋതൂന പിബ, ഋതുവിലെ സുഖം ആസ്വദിച്ചുകൊണ്ട് യാഗവേദിയിലെ സോമരസം പാനം ചെയ്യുക. യജുർവേദിയായ ഋത്വിക്കിനെ നേഷ്ടൻ എന്നു പറയുന്നു. അർത്ഥം: അല്ലയോ പത്നി സമേതനായിട്ടുള്ള ത്വഷ്ടാവേ, ഞങ്ങളുടെ ഈ യജ്ഞത്തെക്കുറിച്ച് ദേവന്മാരുടെ മുമ്പിൽ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞാലും. കാരണം ദേവതോദ്ദേശേന ദ്രവ്യസ്യ ത്യാഗോ യജ്ഞ, ദേവന്മാരുടെ പ്രസാദത്തിനായിക്കൊണ്ട് പ്രകൃതിയിലെ ദ്രവ്യങ്ങൾ, വസ്തുക്കൾ, വിളവുകൾ, അതുപോലെയുള്ള എല്ലാ വസ്തുക്കളും ത്യജിക്കുന്നതാണ് യാഗം എന്ന് പറയുന്നത്. യാഗവേദിയിൽ അഗ്നി ജ്വലിപ്പിച്ച് ആ അഗ്നിയിൽ നെയ്യ്, ഹവിസ്, അതുപോലെ മലര് മുതലായിട്ടുള്ള പ്രപഞ്ച വസ്തുക്കൾ സമർപ്പിക്കുന്നതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. ആ സമയത്ത് വേദമന്ത്രങ്ങൾ ജപിക്കുന്നു. വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അഗ്നിയിൽ പ്രകൃതി വസ്തുക്കൾ സമർപ്പിക്കുന്നതാണ് യജ്ഞം. ത്യാഗമാണത്. ദേവതോദ്ദേശേന ദ്രവ്യസ്യ ത്യാഗോ യജ്ഞ, അതാണ് യജ്ഞത്തിന്റെ മഹത്വം. അങ്ങ് രത്നദാതാവാണല്ലോ. ആയതിനാൽ ഈ വസന്ത ഋതുവിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഋതുവിൽ തന്നെ യജ്ഞവേദിയിലെ സോമരസം പാനം ചെയ്ത് സന്തുഷ്ടനായി ഞങ്ങൾക്ക് അനുഗ്രഹപൂർവം ഐശ്വര്യധനാദികൾ നൽകിയാലും. കാരണം അഗ്നിയെ ഒന്നാമത്തെ അഗ്നിമന്ത്രത്തിൽ, അവസാനത്തെ ആ ഒന്നാമത്തെ മന്ത്രത്തിൽ അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം ഹോതാരം രത്നധാതമം എന്ന് അഗ്നിയെപ്പറ്റി ഋഷി വിശേഷിപ്പിക്കുന്നുണ്ട്. അതാണ് രത്നധാതമം എന്ന് പറയാനുള്ള കാരണം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.